സ്ക്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം. പാലക്കാട് നിയോജകമണ്ഡലത്തിലെ അസംബ്ലി നിയോജകമണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ യുവ MLA കയറി വന്നത്. അതേ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുമ്പോൾ തന്നെയാണ് പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട് പോയി നിന്ന് ജയിച്ച് കയറാൻ കഴിഞ്ഞത്. അവിടെ BJPയിലെ ഗ്രൂപ്പ് പോരും സന്ദീപ് വാര്യർ വിഷയവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൃഷ്ണകുമാർ തോറ്റുപോയതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 2026 പാലക്കാട് മണ്ഡലം ആര് എടുക്കും, അല്ലെങ്കിൽ അത് കിട്ടുമോ? സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങെടുക്കും. അങ്ങനെ പാലക്കാട് മണ്ഡലത്തെ സംബന്ധിക്കുന്ന രാഷ്ട്രീയമായ കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ, പ്രസിഡൻ്റായിട്ടുള്ള ഇപ്പോഴത്തെ പാലക്കാട് MLA രാജിവെച്ചുവെന്നും രാജിവെക്കുമെന്നും ഒക്കെയുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ട്. തീർച്ചയായും BJPക്ക് ഒരു വലിയ സമയം നന്നായി വരുന്നു. ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള അല്ലെങ്കിൽ വളരെ മിടുക്കൻ, ഇപ്പോൾ സന്ദീപ് വാര്യർ മാറി, അല്ലെങ്കിൽ സന്ദീപ് വാര്യർ നല്ല ചോയ്സ് ആയിരുന്നു BJPയിൽ നിന്നപ്പോൾ. ഇപ്പോൾ ആ ചോയ്സിന് സാധ്യതയില്ല. ഒരുപക്ഷെ സന്ദീപ് വാര്യർ ആയിരിക്കും BJP കാൻഡിഡേറ്റ്. അത് ഡോക്ടർ സരൻ ഇപ്പോൾ നന്നായി ചിരിക്കുന്നുണ്ടാവും. എന്തായാലും CPMന് വലിയ സാധ്യതയുള്ള മണ്ഡലമല്ല പാലക്കാട് ഒരു കാലത്തും. അത് കോൺഗ്രസ്സോ അല്ലെങ്കിൽ ഒരു ഹിന്ദു മുന്നേറ്റമുള്ള പ്രദേശമാണ്. കുറച്ച് സ്ഥലത്ത് മുസ്ലിങ്ങളുണ്ട്, അവരെല്ലാം കോൺഗ്രസ്സുകാരാണ്. മുസ്ലിങ്ങളെല്ലാം, ഹിന്ദുക്കളെല്ലാം ഒന്നുകിൽ BJP അല്ലെങ്കിൽ കോൺഗ്രസ്. മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJPയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാലക്കാട് BJP കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ കളിച്ച് കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ഒരു യുവ നേതാവ് തന്നെ വന്നിരിക്കുന്നു. വിഷയം സ്ത്രീ വിഷയമാണ്, അതുകൊണ്ട് അത്ര എളുപ്പമുള്ളൊരു വിഷയമല്ല. നിരവധി നേതാക്കൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്, വനിതാ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ചാറ്റുകൾ പുറത്തു വരുന്നു, വാട്സപ്പ് മെസ്സേജുകൾ പുറത്തു വരുന്നു. എന്തായാലും ഒരു നേതാവ് വളരെ പെട്ടെന്ന് ഉദയം ചെയ്തതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ വലിയ കരുനിഴലാണുള്ളത്. പക്ഷേ അപ്പോഴും അദ്ദേഹം വല്ലാതെ വന്ന് പ്രതിരോധിക്കുന്നുണ്ട് ചാനലുകളിൽ. അതിന് വലിയ ആയുസ്സുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി ആരെങ്കിലും പരാതി കൊടുത്താൽ പിന്നെ അദ്ദേഹം ഈ പരാതി എവിടെ ചോദിച്ചിനി ആരെങ്കിലും കൊണ്ടൊരു സാധാ പോലീസ് സ്റ്റേഷനിലെങ്കിലും പരാതി കൊടുത്താൽ പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇരുണ്ട തന്നെയായിരിക്കും. എന്തായാലും പാലക്കാട് BJP കയ്യേറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. BJP പാലക്കാട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് കരുതുന്നത്. വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് പാലക്കാട് കൃഷ്ണകുമാർ തോറ്റത്. കൃഷ്ണകുമാർ ഒരു ജയിക്കുന്ന കാൻഡിഡേറ്റാണ് തോന്നുന്നത്. 2 പ്രാവശ്യം അദ്ദേഹം തോറ്റു. അതുകൊണ്ട് പുതിയ ഒരു പരീക്ഷണം പാലക്കാട് നടക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷേ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് കോൺസെൻട്രേറ്റ് ചെയ്താൽ MLA ആകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. പാലക്കാട് കൊണ്ടുപോകും. അങ്ങനെ കോൺഗ്രസ്സിന് കിട്ടിയ മണ്ഡലം, കയ്യിലിരുന്ന മണ്ഡലം ഒരു നേതാവിൻ്റെ അബദ്ധസഞ്ചാരത്തിലൂടെ, വഴിവിട്ട നടത്തകളിലൂടെ നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കേരള രാഷ്ട്രീയത്തിൽ കാണുന്നത്. ശിവനെ എന്തെല്ലാം കണ്ടാലാണ് ഈ രാഷ്ട്രീയം ഒന്ന് തീരുക? നേരം ഇരുട്ടി വെളുക്കുന്നത്.